ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ണൂർ കൊട്ടിയൂർ മഹോത്സവം കാണാൻ വേണ്ടി പോവുകയാണ്. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ അമ്പലത്തിൽ. അപ്പോൾ പ്രതീക്ഷിക്കാനാണ് ലാസ്റ്റ് നമ്മൾ തീരുമാനം എല്ലാം മാറ്റി. നല്ല മഴയാണ് ഒന്നാമത്, അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര നേരെ പറശ്ശിനിക്കടവിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം കൊട്ടിയൂർ പോകാമെന്നുള്ള പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ, വീട്ടുകാരോട് ആരോടും പറയാണ്ട് ഇറങ്ങാൻ വിചാരിച്ചതാണ്. പക്ഷേ കൊട്ടിയൂർ മഴയത്ത് നമുക്ക് തോന്നി നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമ്മളങ്ങനെ റൂട്ട് മാറി നമ്മളങ്ങനെ പറശ്ശിനിക്കടവിലേക്കാണ് വിടാൻ പ്ലാനായത്. സോ പയ്യന്നൂർ എത്താനാകുമ്പോഴാണ് നമ്മളെ തീരുമാനമെല്ലാം മാറ്റിയത് കേട്ടോ. അതുവരെ നമ്മൾ കൊട്ടിയൂർ പോകണോ വേണ്ടോ എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായത്. സോ ആ ഒരു ടൈമിലാണ് നമുക്ക് ഓർമ്മ വന്നത്, നമ്മൾ അദ്വിക കുട്ടീനെ പറ്റിയിട്ട് ഏട്ടൻ്റെ മോളാണ് ഗോവയിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ് മറ്റന്നാൾ. അപ്പോൾ സോ നമ്മൾ ഇന്നലെ വിടുന്ന് അവരുടെ അമ്മേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കാശി കാണാണ്ടാണ് പോയത്, അതുകൊണ്ട് കാശിനെ ഭയങ്കര മിസ്സായിട്ടാണ് നമ്മൾ പോയത്. സോ നമുക്ക് പോകുന്ന വഴിയിൽ പിലാത്തറ ചേച്ചീൻ്റെ വീട്ടിലൂടെ കയറിയിട്ടൊന്ന് സർപ്രൈസ് വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. അവർക്കൊരു സർപ്രൈസായി അദ്വികക്ക്. സോ അങ്ങനെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മൾ സെറ്റാക്കിയെല്ലാം ഏച്ചിനെ വിളിച്ചു. ചേച്ചി അപ്പോൾ പുറത്തായിരുന്നു. സോ വേഗം എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചക്കത്തെ ഒരു ഫുഡ് അടി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും, ടൈം എത്തും. സോ നമുക്ക് അദ്വൈക്ക് ഒരു സർപ്രൈസ് കൂടെ കൊടുത്തിട്ട് നമുക്ക് നേരെ പറശ്ശിനിക്കടവിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ സമയം തന്നെ 1 മണി കഴിഞ്ഞു. അപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. നമുക്ക് നേരെ സ്റ്റീക്ക് ഹൗസ് ഉണ്ട്. നമ്മളെപ്പോഴും വൈകുന്നേരത്തുണ്ടെങ്കിൽ ഫുഡ് അടിക്കുന്ന ഒരു മെയിൻ സ്ഥലമാണ്. ഭയങ്കര നല്ല ഫുഡാണ്. കാശിക്കും എല്ലാവർക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ അവിടെ തന്നെ കയറാറുണ്ട് എപ്പോഴും. സോ ഇന്ന് നമുക്ക് സ്റ്റീക്ക് ഹൗസിലെ ഫുഡ് നോക്കാം. നഖം കടിക്കുന്ന കുട്ടികളെ പോലീസ് പിടിക്കുന്നുണ്ട്. കാശിയുടെ പോകുന്നത് പിന്നെ വേറെ എവിടെ പോണ്ടത്? പറശ്ശിനി. പിന്നെയോ ഗൈസ്, കാശിക്ക് പറശ്ശിനിക്കടവ് പോയാൽ മാത്രം പോരാ, പാർക്കിലൂടെ പോകണമല്ലോ. എന്തായാലും നമ്മൾ ഇറങ്ങിയല്ലേ, നാളെ വിസ്മയ പാർക്കിലും കൂടെ ഒന്ന് പോയിട്ട് വരാതിരിക്കും. എന്താ അവസ്ഥ അല്ല, നമ്മളെ മഴയത്ത് വിസ്മയ പാർക്ക് നോക്കിയിട്ട് തന്നെ അറിയണം എങ്ങനെയാണ്. എനിക്കിഷ്ടമായോ? എന്ത് തിന്നാ വന്നത്? എനിക്കെന്താ വേണ്ടത്? ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇല്ല. ഈ വേണം വെച്ചിട്ടെന്നാ വന്നത്. ഇന്നൊന്നും വേണ്ടത് തിന്നാത്ത സാധനം. കഴിക്കോ ബിരിയാണി ഫുള്ളൊന്നും? മണ്ടങ്ങളിയിൽ പോലീസ് നോക്കും. അങ്ങനെ കാശി പറഞ്ഞ പോലെ നമ്മൾ ബിരിയാണി ലാസ്റ്റ് ഓർഡർ ചെയ്തു. എപ്പോഴും സ്ഥിരം കഴിക്കുന്ന സാധനമാണ്. എനിക്കും അതാണ് എൻ്റെ ഭയങ്കര ഇഷ്ടം. വേറൊന്നും അങ്ങനെ സ്പെഷ്യൽ ട്രൈ ചെയ്യാറില്ല. ട്രൈ ചെയ്താൽ തന്നെ ഞാൻ വലിയ കഴിക്കൊന്നുമില്ല. അവിടെ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ നേരെ ഫുഡ് അടി കഴിഞ്ഞു. നേരെ നമ്മൾ പിലാത്തറ അദ്വിക ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയെന്ന് കാശീൻ്റെ. അപ്പോൾ ഗൈസ്, നമ്മൾ പിലാത്തറ എത്താൻ പോവുകയാണ്. വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഏച്ചി ഇപ്പം കുറച്ച് ഏച്ചി നേരത്തെ വിളിച്ചിട്ടുണ്ടായി. പക്ഷെ നമ്മൾ വരുന്ന കാര്യം അറിയില്ല. ആള് പുറത്ത് പോയിട്ടുണ്ട്. അദ്വികേനെയും കൊണ്ട് എന്തോ ഔട്ടിങ്ങിന് എന്തോ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്, പർച്ചേസ് ചെയ്യാൻ. ആളിപ്പോൾ എത്തും ഉച്ചക്ക്. പക്ഷേ ഏട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ഏട്ടൻ അപ്പുറത്തെങ്ങാനും പോയിട്ടുണ്ട്. ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ടെന്ന്. പക്ഷേ ഏച്ചി കുഞ്ഞി അറിയില്ല. എന്തായാലും അദ്വിക കാശി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷേ കാശിക്ക് എത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓനങ്ങനെ കളിക്കൂല. പക്ഷെ എന്നാലും അദ്വികക്ക് ഭയങ്കരമാണ്. നമ്മൾ എപ്പോഴെങ്കിലും കാണുന്നതുകൊണ്ട്, നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ കാശീനെ പോകുമ്പോൾ കണ്ടിട്ടില്ല സ്കൂളിലായതുകൊണ്ട്. അപ്പോൾ അതുമായി അവൾ കാണാണ്ടാണ്. രണ്ടാളും കാണാതെയാണ് പോയത്, യാത്ര ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്.
സോ അപ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അദ്വികേൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവാണ്. അവൻ്റെ കാറല്ലേ കൂട്ടിട്ടുണ്ടോ? വന്നിട്ടില്ല, വരണത്തില്ല. നമുക്ക് കാണാൻ നിൽക്കാൻ കൂടി കയറ്റിക്കോ വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് അധികം വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ ഇതെന്താ? അയ്യോ വീടോ, വാ വിള. അയ്യോ അദ്വിക എവിടെ പോയത്? ഏയ് ഒന്നുമില്ല. ഹലോ ഹായ്, എവിടെ പോയത്? കറങ്ങാനോ? അവിടെ പോയി. എന്നെ കണ്ടിനോ? കാശിനെ കണ്ടിനോ വരുന്നത്? സർപ്രൈസ് ആയില്ലേ കാശി? സർപ്രൈസ് ആയില്ലേ? രാധാകൃഷ്ണ കണ്ടോ? Hello guys, today's my video channel is all of them channel. Today's my specialist in Sivika. I am in Pilatara to Kashi and Advika. Then the surprise visit. Thank you, Kashi. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരെ രണ്ടാളും കുറച്ച് സമയം അവർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം അവർ അപ്പം 2 മാമന്മാരുടെ വീട്ടിലുണ്ടായി, അവരെ വിസിറ്റ് ചെയ്തു. ജസ്റ്റ് വേഗം കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. പിന്നെ നമുക്കിനി പറശ്ശിനിക്കടയിലേക്കാണ് പോകേണ്ടത്. അവിടെ എത്തുമ്പോൾ ഇനി 6:30 ആവും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് ഗൈസ്. ഇനി നമ്മളവിടെ പറശ്ശിനിക്കട എത്തുമ്പോൾ ലേറ്റ് ആവും എന്തായാലും. അപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങലാണ് വലിയൊരു ടാസ്ക്. അദ്വൈക്കാൻ അവിടെ ആക്കിയിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക്. പിന്നെ ഇനിയിപ്പോഴേ നമ്മളിനി കാണൂല. അവൾ ഗോവയിലേക്ക് നാളെ പോവുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓണം വെക്കേഷൻ നമ്മൾ ഗോവയിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്, വെക്കേഷന് കാശിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ഒരുവിധം ഓക്കെ ആക്കിയിട്ടാണ് നമ്മളവിടെ ഇറങ്ങുന്നത്. അദ്വിക ഓക്കെ ഓക്കെ ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ പറശ്ശിനിക്കടവ് എത്തി. അപ്പോൾ അവിടെ ഫുള്ളും കൊട്ടിയൂർ അമ്പലത്തിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് കുറേ ബ്ലോക്കിൽ പെട്ടു.
ഭാഗ്യം തോന്നി. അവിടെ എത്തുമ്പോഴാണ് കൊട്ടിയൂർ പോവാത്തത് നന്നായി എന്ന് തോന്നിയത്. കാരണം അത്രയും തിരക്കായിരുന്നു. പറശ്ശിനിക്കടവിലേക്ക് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ളവർ കൊട്ടിയൂരേക്ക് ബാക്കി ഭക്തജനങ്ങളൊക്കെ പോകുന്നത്. സോ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ആകെ ഒരു 2 റൂം ബാക്കിയുണ്ടായിടത്തെ നമ്മൾ റൂം എടുത്തത് തപസ്യ ഹോട്ടലിലാണ് റൂം എടുത്തത് കേട്ടോ. ഭയങ്കര നല്ല, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. സോ അവിടെ തന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, അവർ ലാസ്റ്റ് ഒരു ബുക്കിംഗ് ഉണ്ടായ റൂമാണ്, അത് നമുക്ക് തന്നു. സോ പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് പറശ്ശിനിക്കടവിലേക്ക് പോകാനാണ് പ്ലാൻ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി വ്യൂ അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ബാൽക്കണി നല്ല വ്യൂവിൽ തന്നെ കിട്ടി. നമ്മുടെ പറശ്ശിനിക്കടവിലെ പുഴയൊക്കെ കാണാൻ പറ്റുന്നില്ലേ. അപ്പം നല്ല ആ ഒരു മലയുടെ ആ കോടയും ദൂരത്തു നിന്നതൊക്കെ കാണാൻ പറ്റിയിരുന്നു വ്യൂ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി വെറുതെ ഈ എല്ലാവരും വിചാരിക്കും ഈ അടുത്ത് വന്നിട്ട് എന്തിനാ ഈ റൂം എടുത്തിട്ട് നിൽക്കുന്നത്, ഒരു രസം എന്തായാലും വന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് 1 ഡേ സ്റ്റേ ചെയ്ത് രാത്രിയിലെ അനുഭവം അമ്പലത്തിൽ എങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സോ നമ്മൾ ഫ്രഷായി എന്നിട്ട് ഇപ്പം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് റെഡി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോകാം. നമുക്കുള്ള മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ചന്ത കഴിഞ്ഞിട്ട് അപ്പം അമ്പലത്തിലേക്ക് കയറുക എന്നുള്ളതാണ് കേട്ടോ. കാശിനി കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവനെന്തായാലും ഏതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ മാത്രമേ അവൻ അപ്പുറത്തേക്ക് എത്തുള്ളൂ എന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ണുവെട്ടിക്കാൻ വാങ്ങാൻ കയറി. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വലിയ സാധനം പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞ ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കുന്നത്. ഗൈസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സത്യം പറഞ്ഞാലേ നമ്മൾ കൊട്ടിയൂർ പോകാൻ നിന്നതല്ലേ, ഭാഗ്യവശാൽ കൊട്ടിയൂർ പോകാത്തേട്ടാ. കൊട്ടിയൂർ പോകുന്ന ജനങ്ങളെല്ലാം നമ്മുടെ പറശ്ശിനിക്കടവ് സന്ദർശിച്ചിട്ടാണ് കൊട്ടിയൂരേക്ക് പോകുന്നത്. അതുമാത്രമല്ല കൊട്ടിയൂർ പോകുന്നതിനേക്കാൾ തിരക്ക് ഇപ്രാവശ്യം പറശ്ശിനിക്കടവിലുണ്ട്. ഭയങ്കര തിരക്കാണ്, ഞാൻ കാണുന്നുണ്ടാവും. സോ ഭാഗ്യം കൊട്ടിയൂർ പോകാത്തതെന്ന് തോന്നി. ഈ ഒരു മഴയത്ത് നമ്മൾ കൊട്ടിയൂരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ പോകാത്തൊരു വിധം നന്നായി എന്ന് തോന്നി. ആദ്യം സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. കാശിക്ക് ഒരു കോഴിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കോഴിനുണ്ട് കാശി, കോഴിനെ കാണിച്ചു കൊടുത്തേ. കോഴി കൊടുത്തു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ കണ്ടോ ഭയങ്കര മഴയുണ്ട്. മഴ അങ്ങനെയില്ല, അങ്ങനെ കോടയുണ്ട്. ഫുള്ള് പുഴയും അമ്പലത്തിൻ്റെ പുഴയാണ് കാണുന്നത്. കോടയും കണ്ടോ, നൈസ് അല്ലേ വ്യൂ. അപ്പോൾ ഇന്നലെ ശരിക്കും ലേറ്റായി കിടക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും മോനും മാത്രമായതുകൊണ്ട് ഫുള്ളും ടി വി ഒക്കെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞാണ് കിടന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ മഴയത്തൊക്കെ എന്തിനാണ് നമ്മൾ പിന്നെ പറശ്ശിനിയിലേക്ക് വരുന്നത്, അല്ല മഴ സമയത്ത് പറശ്ശിനിയിലേക്ക് വരുന്നത് കാര്യമാണോ. പക്ഷേ വലിയ മഴയല്ല, സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞു മഴയത്തൊക്കെ നല്ല രാവിലെയൊക്കെ എണീറ്റ് ആ വ്യൂ ഉണ്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. കോടയും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ബാൽക്കണിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് മഞ്ഞ് മഴ എല്ലാം മിക്സാണ്. പക്ഷെ ഇത് രാവിലെ എണീറ്റ് ഇങ്ങനെ ഒരു കാമണിക്കൂർ ഇങ്ങനെ പുറത്തിരിക്കും നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര അതൊരു വേറെ തന്നെ ഫീലാണ്. അപ്പം നമുക്ക് അപ്പോഴാണ് അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയത്. ശരിക്കും നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട്, നൈസാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേഗം ഒന്ന് ഫ്രഷ് ആവണം, അമ്പലത്തിൽ പോകണം. ഇന്ന് മുത്തപ്പൻ തിരുവപ്പനില്ല, സംക്രമത്തിൻ്റെ എന്തോ ആയതുകൊണ്ട് ഇന്ന് വൈകുന്നേരമാണ് തിരുവപ്പൻ. പക്ഷെ നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റില്ല, നാളെ മോനെ സ്കൂളുണ്ട്. സോ നമ്മൾ
മഴ ഇല്ലെങ്കിൽ, മഴ കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ഇന്ന് വിസ്മയ പാർക്ക് കൂടെ പോകണം. അവിടെ നിന്ന് ജസ്റ്റ് കയറിയിട്ട് ഒന്ന് സെറ്റപ്പ് കാണിക്കണം എന്നുണ്ട്. അവൻ ആഗ്രഹിച്ചാൽ മുന്നേ പോകണമെന്ന്. ഇവിടെ വരുമ്പോൾ ഒക്കെ പറയും, പോയില്ല. അപ്പോൾ നോക്കട്ടെ, ഇന്ന് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. സോ നമുക്ക് ഫ്രഷായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ സമയത്ത് ആടെ നിന്നിട്ടില്ലേ പറശ്ശിനിക്കടവിൻ്റെ മറ്റേത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കില്ലേ, അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. നമ്മൾക്ക് എങ്ങനെയല്ലോ അവിടുന്ന് 1-2 ഫോട്ടോ കിട്ടിയെന്ന് പറയാം. പിന്നെ മഴ ചോടുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ പിന്നെ ഒരു 1-2-3 കൈനോട്ടക്കാരാണ് ഇരിക്കുന്നതാണ്. നമ്മളെ കണ്ടുടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ അവരെന്തെല്ലോ ചേച്ചിമാർ ഒരു ചേച്ചിയാണ് എന്നോട് സംസാരിച്ചത്. എത്ര പൈസ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് നിന്നിട്ടില്ല. ഒരു 100 രൂപ വെച്ചാൽ അതിന് വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും സത്യമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് കണ്ടുപിടിച്ച് പറയുന്നത് തന്നെ വിശ്വാസം ഉണ്ടായിട്ട്. കാരണം കുറേ കാര്യങ്ങൾ സത്യമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് പ്രസാദം കഴിക്കാനായിരുന്നു കേട്ടോ. പറശ്ശിനിക്കടവിൽ ഏറ്റവും വലിയ പ്രസാദം എന്ന് പറയുന്നത് അവർ അവിടുത്തെ തേങ്ങയും മമ്പയറൊക്കെ ഇട്ടതും ഒരു ചായയുമാണ് കേട്ടോ. അത് അവിടുന്ന് കഴിക്കാണ്ട് ഒരാളും പോലെ ഉണ്ടാവില്ല തിരിച്ച്. അത്രയൊക്കെ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര. നമ്മൾ കൊട്ടിയൂർ പോകുന്നതിന് പകരം പോയ പറശ്ശിനിക്കടവ് യാത്ര. പക്ഷേ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല മെമ്മറബിളായിരുന്നു. മഴക്കാലത്ത് എല്ലാവർക്കും പോകാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണാനുള്ളവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മടപ്പുരയിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക. നല്ല ഒരു അടിപൊളി സമാധാനം ശാന്തിയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റാ.